ഹലോ ഗേയ്സ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഒരു മുരിങ്ങയില ഒന്ന് താളിച്ച് കാണിച്ചു തരാം. നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടായ മുരിങ്ങയിലയാണ് ഇത്. നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ചെടുത്ത് വയ്ക്കാം. അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കാം. കുറച്ച് ചുമന്നുള്ളിയും നമ്മുടെ വത്തൽമുളകുണ്ടല്ലോ, കുറച്ച് വത്തൽമുളക് കൂടെ എടുത്ത് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഉള്ളിയും നമ്മുടെ വത്തൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും വത്തൽമുളകും ഇട്ടതാ ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ, ഒത്തിരി കൂടി പോകരുത്. കറക്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഒരു മിനിറ്റ് നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം. ഒത്തിരി സമയം വയ്ക്കേണ്ട ആവശ്യം, ചെറുതായിട്ടൊന്ന് ആവി കയറി റെഡിയായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയില താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ആകാവുള്ളൂ. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലവർഗത്തിൽപ്പെട്ട മുരിങ്ങയില നമ്മളിങ്ങനെ ചെയ്ത് കഴിക്കുന്നത് വളരെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇവ എല്ലായിടത്തും ഇപ്പോൾ ഇഷ്ടംപോലെ മുരിങ്ങയില നമുക്ക് ലഭിക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി കഴിച്ചിട്ട് കമൻ്റ് ഇടണേ. അപ്പോൾ ശരി, ബായ്. അപ്പോൾ വീണ്ടും പുതിയൊരു ഐറ്റവുമായിട്ടെത്തും. സൈനിങ് ഓഫ്, ഗീത, സാബു.